സീറ്റ് വെച്ചുമാറാനുള്ള കോൺഗ്രസ് നീക്കത്തിന് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണയും 10 സീറ്റുകൾ വേണമെന്ന ആവശ്യം UDF-ന് ഉന്നയിച്ചെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. സീറ്റ് ചർച്ചകൾക്കായി പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ കോട്ടയത്ത് ചേർന്ന ഹൈപ്പവർ കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തി. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നതിനിടയിലാണ് കോട്ടയത്ത് ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നത്. യോഗത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടെന്ന് നേതാക്കൾ നിലപാടെടുത്തു. ഇതോടെ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ മത്സരിക്കുന്നതിനും ധാരണയായി. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിന്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം. വിജയസാധ്യത ചൂണ്ടിക്കാണിച്ച് സീറ്റ് ഏറ്റെടുക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ ഇതിനും PJ ജോസഫ് തടയിട്ടു. 140 സീറ്റുകളിലും വിജയസാധ്യതയാണ് മാനദണ്ഡമെന്ന് PJ തുറന്നടിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക, PD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. അടുത്ത ദിവസം നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ 10 സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിക്കും. ഇതിനായി പാർട്ടി ചെയർമാനെ തന്നെ ചുമതലപ്പെടുത്തി. അതേസമയം സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.